നേരത്തെ കോഴിക്കോട് നല്ലളം ബസാറിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നോക്കിയിരുന്നു. അതിൽ 3 മരണമായിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ ദാരുണമായ വാർത്തകൾ വരുന്നത് ഒരാൾ കൂടി അപകടത്തിൽ മരിച്ചിരിക്കുന്നു. മരണം 4 ആയിരിക്കുന്നു. ഫറോക്ക് സ്വദേശി ശ്യാംലാലാണ് മരിച്ചത്. നേരത്തെ രാമനാട്ടുകര സ്വദേശി ദിനിൽ, ഫറോക്ക് സ്വദേശികളായ അജീഷ്, വിമൽ എന്നിവർ മരിച്ചിരുന്നു. ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്ന് പുലർച്ചെയാണ് പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, അപകടത്തിന്റെ വ്യാപ്തി കൂടി വർദ്ധിക്കുകയാണ്. ഒരാൾ കൂടി മരിച്ചു. അങ്ങനെ 4 പേർ ഒരു അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള അതീവ സങ്കടകരമായ വാർത്തകൾ കൂടിയുണ്ട്. ഇനിയും ഒരാൾ കൂടി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നില സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ഈ വാഹനം, ഈ കാറ് 5 പേരാണ് ഈ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെ കാറ് എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇവിടേക്ക് ഓടിയെത്തിയ നാട്ടുകാർക്ക് ഈ അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുക്കാൻ സാധിച്ചില്ല. ഫയർഫോഴ്സ് ഉൾപ്പെടെ എത്തി ഹൈഡ്രോളിക് മെഷീനുകൾ ഉപയോഗിച്ചാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെടുത്തത്. ഉടൻ തന്നെ കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാമനാട്ടുകര സ്വദേശിയായ ദിനിൽ, ഫറൂഖ് കോളേജ് സ്വദേശികളായ അജീഷ്, വിമൽ എന്നിവരാണ് മരിച്ചത്. ഇപ്പോൾ അല്പസമയം മുൻപ് വരുന്ന വാർത്ത അനുസരിച്ച് ഫറൂഖ് കോളേജ് സ്വദേശിയായ ശ്യാംലാൽ കൂടെയും ജീവൻ നഷ്ടമായിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്ക് ഗുരുതരമായിരുന്നു. വെന്റിലേറ്ററിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പന്തീരങ്കാവ് സ്വദേശി ദിജിലാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയും അതീവ ഗുരുതരമാണ് എന്നുള്ള വിവരമാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. ഏതായാലും ഇവർ പുലർച്ചെ ജോലികൾ കഴിഞ്ഞ് തിരികെ വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സമയത്താണ് അപകടം സംഭവിച്ചത്. ഏതായാലും ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും. അതോടൊപ്പം ബന്ധുക്കളുടെ ഉൾപ്പെടെ വിവരങ്ങൾ എടുക്കുമെന്നുള്ളതാണ് അറിയിച്ചത്. ഈ ബന്ധുക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ദാരുണമായ ഒരു അപകടമാണ് ഇന്ന് പുലർച്ചെ കോഴിക്കോട് സംഭവിച്ചത്.